എൻ്റെ അമ്മ മരിക്കാൻ 3 വയസ്സ്. അന്തി വിളക്കുകെടുത്താറായി, അമ്പലവാതിലടയ്ക്കാറായി, പഞ്ചവൻ കാട്ടിലെ പഞ്ചവർണ്ണക്കിളി പാടിയുറങ്ങാറായി, കീർത്തനം പാടിയുറങ്ങ. ഹലോ, സുഖല്ലേ? സുഖം. നമ്മൾ ഇവരുടെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. ഇവരാരൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഓമന ചേച്ചിയും അമ്പിളിച്ചേട്ടനും. ചേച്ചിയും അനിയനുമാണ് ഇവർ. ഇവരുടെ ജീവിതത്തിലോട്ടാണ് ഞങ്ങളിത് കടന്നു ചെല്ലുന്നത്. ഭയങ്കര തിരക്കിലാണ്. എന്തായാലും അതിനിടയ്ക്കൂടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ചേച്ചി എന്തുണ്ട്? സുഖമാണ്. ബിസിനസ് ചൂട് കാലമല്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്കാ. ഞാൻ തുടങ്ങുന്നത് 71-ലാണ്. 1971 വഴുതക്കാട് ട്രിവാൻഡ്രം ശ്രീമൂലംകുളത്തിൻ്റെ അടുത്ത് സ്വന്തം കടയായിരുന്നു. 30 കൊല്ലം. പിന്നെ അത് സാഹചര്യം കൊണ്ട് വിറ്റു. ഇപ്പം ഇതെൻ്റെ അണ്ണൻ്റെ കടയാണ്. ഇവിടെ ഞാനും നിൽക്കുന്നു. അനിയൻ 10 കൊല്ലമായി. അങ്ങനെ ജീവിച്ചു പോകണം. നല്ല തിരക്കുള്ളൊരു കടയാണ്. ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വരുന്നവരൊക്കെ ഓമന ചേച്ചിയുടെ ബാക്കി ജീവിതത്തെ കുറിച്ച് ചോദിക്കാറുണ്ടോ? അതോ വരുന്നു, കാണുന്നു, പോകുന്നു? എങ്ങനെയുണ്ട് കച്ചവട അനുഭവം? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് അടിപൊളിയാണ്. നല്ല തിരക്കാണ്. ചൂടും കൂടെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കാറുണ്ട്. അപ്പോൾ ഈ 71 തുടങ്ങി ഇപ്പോഴും നമ്മൾ ഈ സാധാരണ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ജീവിതം എങ്ങനെയുണ്ട്? ഒരു 3 വർഷം ഒരു കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? കുറച്ച് സമയം. എന്തായിരുന്നു സംഭവിച്ചത്? ഇടയ്ക്ക് സാഹചര്യം കൊണ്ട് നിർത്തി വെച്ച് പിന്നെ വീണ്ടും തുടങ്ങി. ഇങ്ങനെ പോണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷം തോന്നും. ഒരുപാട് ഇത്രയും പ്രായമായിട്ടും ഇത്രയും പ്രായമായിട്ടും 72 തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ ഓമന ചേച്ചിക്ക് പ്രായം ചില്ലറയൊന്നും അല്ല, പക്ഷേ ആൾ ഭയങ്കര എനർജറ്റിക് ആണ്. അത് വേറെ കാര്യം. അപ്പോൾ എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ? ആദ്യം വഴുതക്കാടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഇവിടെയാണ്. ആളുകളുടെയൊക്കെ സഹകരണം എങ്ങനെയുണ്ട്? 17 വയസ്സിലാണ്. ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. 67 വയസ്സായി. അപ്പോൾ അനിയൻ കൂടെ ഉണ്ട്. അനിയൻ അണ്ണൻ്റെ കൂടെ ഇപ്പോൾ 10 വർഷമായി. അപ്പോൾ കുടുംബമൊക്കെ എങ്ങനെ? എനിക്കൊരു മോന് 2 കുട്ടികൾ. മോള് +1-നും മോൻ 10-നും. സർബത്ത് അടിക്കാന്നൊക്കെ പറയുന്നത് പിന്നീട് കുറേ പണിയുണ്ട് രാവിലെ അല്ലേ? ഇതെല്ലാം അരച്ച് ചേർക്കണം. ഇതൊക്കെ അണ്ണനാ കൊണ്ടുവരണം. എല്ലാം എൻ്റെ അണ്ണൻ്റെ കടയാണല്ലോ, അണ്ണനാ കൊണ്ടുവരണം എല്ലാം വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ. അതിന് ഞാൻ അടിച്ചു കൊടുക്കണം. വളരെ സഹകരണത്തോടെ പോകുന്നല്ലേ കുടുംബത്തിന്റെ ഒരു സഹകരണം കൊണ്ട്. അപ്പൊ ഇത് രാവിലെ എപ്പോ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്? ഇപ്പൊ രാവിലെ 7:30. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈത്തപ്പഴം മിൽക്ക്, പൈനാപ്പിൾ മിൽക്ക്, മുന്തിരി മിൽക്ക്, ഓറഞ്ച്, ബൂസ്റ്റ്, ഹോർലിക്സ്, അവിൽ മിൽക്ക്. ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു സാധനം ഏതാണ്? ഇവിടുത്തെ ഫേമസ് ആണ് മുന്തിരി മിൽക്ക്. ആണ് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത്. എല്ലാം എല്ലാം. ഇത്രയും വർഷമായില്ലേ ചേച്ചി ഇങ്ങനെ കട ഇങ്ങനെ ഒരു 71 എന്ന് പറയുമ്പോഴേക്കും എനിക്ക് 17 വയസ്സ് മോള് ജനിച്ചാന്നറിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് അത്രയും ആളുകൾ ഒരു സ്വീകരിച്ചൊരു കടയാണ്. അല്ലെങ്കിൽ ചേച്ചിയുടെ കൈപ്പുണ്യം അത്ര കണ്ടുണ്ട്. അപ്പോൾ എന്നാലും എവിടെ അത്ര സാമ്പത്തികപരമായി തെറ്റിപ്പോയ എന്തുകൊണ്ടാണ് അത്രയും മുന്നോട്ടേക്ക് വരാത്തത്? ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം നിർത്തി വെച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ അനിയനും ചേട്ടനും ചേച്ചിയും കയറ്റ് പോകുന്നുണ്ട്? അന്ന് നമ്മൾ ജോലി ചെയ്യണ്. ഇഷ്ടംപോലെ കാശ് വരും. ചേട്ടനാണ് നയിക്കുന്നത് അല്ലേ? ചേട്ടൻ്റെ പേരെന്താണ്? രവീന്ദ്രൻ. അനാമിക കട. എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ചൂട് കാലവും കൂടെ അല്ലേ? നല്ല ബിസിനസ് ഉണ്ട്. ഒരു 10-15 രൂപ കൂടുതൽ വിൽക്കും. ഏതായാലും ഈ കടയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓമന ചേച്ചി തന്നെയാണ്. ഓമന ചേച്ചിക്ക് ഒരു ചേട്ടനുണ്ട്, ഓമന ചേച്ചിയുടെ അനിയനാണ് കൂടെ ഉള്ളത്. ഇവർ 3 പേരും കൂടെ നടത്തുന്ന ഒരു കടയാണിത്. നമ്മുടെ ഈ തലസ്ഥാനവാസികൾക്കെല്ലാം ചൂടിൽ ഒരു ആശ്വാസം പകരുന്ന ഒരു കട തന്നെയാണ്. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും വരുന്നത് ഓർമ്മയിൽ?
ഞാൻ എന്നെ പറ്റി തന്നെ പാടാം. ഓക്കെ. അമ്മീ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്പിളി താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. അമ്മീ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്പിളി താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല, ചന്ദനക്കിണ്ണവും വെണ്ണിലച്ചോറുമായി അമ്മാവൻ വന്നു വിളിക്കൂലേ, അമ്മാവൻ വന്നു വിളിക്കൂലേ. അമ്മീ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്പിളിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. അന്തി വിളക്കുകെടുത്താറായി, അമ്പലവാതിലടയ്ക്കാറായി, പഞ്ചവൻ കാട്ടിലെ പഞ്ചവർണ്ണക്കിളി പാടിയുറങ്ങാറായി, കീർത്തനം പാടിയുറങ്ങ. വളരെ പെട്ടെന്ന് ഒന്നും അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആളാണ്. ഇപ്പൊ എന്താണ് എവിടെയൊക്കെ അങ്ങ് പാടിപ്പോയി. അപ്പൊ ഒറ്റ കാര്യമാണ്. ഇപ്പം മൂന്ന് പേരാണല്ലേ? ചേട്ടനും അനിയനും അല്ല 10 പേരാണോ? 10 പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കാണുമ്പോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ഒക്കെ ജ്യൂസ് കുടിക്കാനൊക്കെ ഇങ്ങനെ അവരിങ്ങനെ, നമ്മുടെ കാലത്തൊന്നും അതൊന്നും ഇല്ലായിരുന്നു. ആഹാരത്തിന് പോലും അമ്മയുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഒരു കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ മരിക്കാൻ 3 വയസ്സ്. ഏറ്റവും ഇളയ എൻ്റെ ഇളയത് 2 പേരുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട്? നല്ല രീതിയാണ് അമ്മമ്മയെന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹവും ചേക്കൻ്റെ ഒക്കെ നല്ല കുട്ടികളാ പറഞ്ഞു. എന്നോട് ഭയങ്കര ഇഷ്ടവും പറഞ്ഞറിയിക്കാൻ വയ്യ. കണ്ടില്ലേ, ഇതാണ് ഓമന ചേച്ചിയുടെയും അമ്പിളിച്ചേട്ടൻ്റെയും കഥ എന്ന് പറയുന്നത്. അമ്പിളിച്ചേട്ടൻ പൊതുവെ അങ്ങനെ സംസാരിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ വരുന്ന ഒരാളല്ല. ഓമന ചേച്ചിയാണ് എല്ലാ വിശേഷങ്ങളും പറഞ്ഞത്. ഇവിടെ ഒരുപാട് ആളുകൾ എന്നും വന്നു പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഓമന ചേച്ചി ഇങ്ങനെ പാടുമെന്നോ ഓമന ചേച്ചിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്നോ അറിഞ്ഞൂടാ, പാട്ട് ആർക്കും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിലേക്കുള്ളൊരു യാത്രയാണിത്. ഏതായാലും വളരെയധികം നന്ദി ചേച്ചി, ഞങ്ങളോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു. അമ്മീ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്പിളിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും.